നമുക്കൊരു അടിപൊളി മുട്ട ബിരിയാണി ഉണ്ടാക്കി വയ്ക്കുമല്ലോ. ഇത് വേഗം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. 20 മിനിറ്റിനുള്ളിൽ റെഡിയാവും. രാവിലെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തയക്കാനൊക്കെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ബിരിയാണിയുടെ എല്ലാ സ്പൈസസും ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു അര തക്കാളി, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയുടെ ഇല, കുറച്ച് പുതിനയുടെ ഇല അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു അര സ്പൂണ് മുളക് പൊടി, പച്ചമുളക് ചേർത്ത കാരണം എരിവ് അധികമാവണ്ട. കുറച്ച് ബിരിയാണി മസാല, ഒരു സ്പൂൺ ബിരിയാണി മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. നിങ്ങൾ വീട്ടിൽ പൊടിച്ച ബിരിയാണി മസാല അതിട്ട് കൊടുത്തോളൂ. ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ലാസ്റ്റാണ് ചേർത്തത്. നിങ്ങൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഒരു 10 മിനിറ്റ് കുതിർത്തിയിട്ടുണ്ട് അരി ബിരിയാണി റൈസ്. ഇത് ബസ്മതി റൈസാണ്. പിന്നെ അതിലേക്കൊരു തുള്ളി നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്കൊരു 1.5 ഗ്ലാസ് വെള്ളം. നമ്മൾ ബിരിയാണി അരി അളന്ന അതേ പാത്രത്തിൽ, ഇത് ബസ്മതി റൈസാണ്, അളന്ന അതേ പാത്രത്തിൽ അതേ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം അതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ വേവിച്ച 2 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് 2 വിസിൽ വെച്ചിട്ട് എടുത്താൽ സൂപ്പർ അടിപൊളി മുട്ട ബിരിയാണി റെഡി.